ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വചനം ഒന്ന് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 28:10-11. കൽപ്പനയ്ക്ക് മേൽ കൽപ്പന, കൽപ്പനയ്ക്ക് മേൽ കൽപ്പന, വ്യവസ്ഥയ്ക്ക് മേൽ വ്യവസ്ഥ, വ്യവസ്ഥയ്ക്ക് മേൽ വ്യവസ്ഥ, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് അവർ പറയുന്നു. അതേ വിക്കി വിക്കി പറയുന്ന അധരങ്ങളിലൂടെയും അന്യഭാഷയിലൂടെയും അവൻ ഈ ജനത്തോട് സംസാരിക്കും. എന്തെന്നാൽ അയാൾ പറയുന്നത് കൽപ്പനയ്ക്ക് മേൽ കൽപ്പന, ആജ്ഞയ്ക്ക് മേൽ ആജ്ഞ, ഇവിടെ അല്പം അവിടെ അല്പം എന്നിങ്ങനെയാണ്. അതേ വിക്കി വിക്കി സംസാരിക്കുന്ന അധരങ്ങളും അന്യഭാഷകളും ഉപയോഗിച്ച് അവിടുന്ന് ഈ ജനത്തോട് സംസാരിക്കും. ഇത് ഏതാണ്ട് ഇതിൻ്റെ 7ാമത്തെ വാക്യം മുതൽ നമ്മളിങ്ങോട്ട് വായിച്ചുകൊണ്ട് വരാമെങ്കിൽ അതിനകത്ത് എഴുതിയേക്കുന്നത് പുരോഹിതനും പ്രവാചകനും മദ്യം കുടിച്ച് ചാഞ്ചാടുന്നു. അവർ വീഞ്ഞിനാൽ മത്തരും മദ്യസേവയാൽ വേച്ച് നടക്കുന്നവരും അത്രേ. ദർശനങ്ങൾ ദർശിക്കുമ്പോൾ തന്നെ അവർ പതറുന്നു. വിധി പ്രസ്താവിക്കുമ്പോൾ തന്നെ അവർ പാളിപ്പോകുന്നു. മേശകളെല്ലാം ഛർദി കൊണ്ട് മലിനമാക്കി. വൃത്തിയുള്ള ഒരു സ്ഥലം പോലും ശേഷിച്ചിട്ടില്ല. ഇതിങ്ങോട്ട് നമ്മൾ വായിച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ 11 വരെ പറയുമ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ നടക്കുന്ന ശുശ്രൂഷകരുടെ ഏതാണ്ട് ഒത്തുവരും. അതിൻ്റെ 11 പറയുന്നു വിക്കി വിക്കി സംസാരിക്കുന്ന അധരങ്ങളും എന്നാണ് മലയാളത്തിൽ എഴുതിയേക്കുന്നത്. പക്ഷേ തമിഴിൽ അത് എഴുതിയേക്കുന്നത് പരിഹാസം നിറഞ്ഞ അധരങ്ങൾ എന്നാണ്. ഈ വിക്ക് എന്ന് പറയുന്നത് തൊണ്ടയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇവിടെ എഴുതിയേക്കുന്ന സ്റ്റാമറിങ് ലിപ്പ് എന്നാണ് എഴുതിയേക്കുന്നത്. സ്റ്റാമറിങ് ലിപ്പ് എന്ന് പറഞ്ഞാൽ അത് ലിപ്റ്റിക്ക് തേക്കുന്ന സ്ഥലം ചുണ്ട്. ഈ ചുണ്ടുമായി ബന്ധമൊന്നുമില്ല ഇതിനൊന്നും. എന്നാൽ വചനത്തിൽ എഴുതിയേക്കുന്നത് വിക്കി വിക്കി സംസാരിക്കുന്ന അധരങ്ങളും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കിയേ. എന്നതാ പറഞ്ഞത്? ഞാൻ നോക്കുന്നു, ഞാൻ കാണുന്നു, എടുക്കറാജി പാസ്പോർട്ട്, വിസ വരുന്നടാ പറഞ്ഞ് കേട്ടിട്ടില്ലേ? വരുന്നുണ്ട്, എനിക്കൊരു ദൂത് വരുന്നുണ്ട്. ചില ന്യൂജൻ സഭകളിലൊക്കെ ചാടി പിടിച്ചോളാൻ പറയുമ്പോൾ പുറയിലൊക്കെ കിടന്ന് ഓരോ പൊട്ടന്മാർ ചാടി പിടിക്കുന്നത് കാണാം. എന്നിട്ടൊരു വെടല ചിരിയും കൂടെ ചിരിക്കും ചാടി പിടുത്തം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി. അപ്പോൾ ഈ കാണുന്നവർക്കറിയാം ഇവൻ്റെ എല്ലാം പിരി പോയി കിടക്കുന്നതാണ്. ചില ഊളന്മാരുടെ ചാട്ടവും പിടുത്തവും ചിരിയൊക്കെ കാണുമ്പം മറ്റൊരു ഒരുവിധം ബോധം വെളിച്ചമുള്ളവർ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നവർ ഓർക്കുക ഇത് എന്നാത്തിന് ഇവൻ കിടന്ന് ചാടുന്നു, ഇന്ന് അനുഗ്രഹം വരുന്നു പിടിച്ചോ. ഈ ഊളം ചാടി എഴുന്നേറ്റ് നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യനായി മാറുക. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം വരുന്നത്. ഇതുപോലെയാണ് ഇപ്പോൾ പോകുന്നത്. ഞാനൊരു പല്ലിയെ കാണുന്നു, ഉടനെ അവിടെ ഇരുന്ന് പല്ലി ഒരൊച്ച വെക്കും. ഉടനെ പുള്ളിക്ക് വിചാരിക്കും പല്ലി എവിടെ ഇല്ലാത്തോ. ഇതുപോലത്തെ അവസ്ഥയാണ്. തീരി എന്നത് കണ്ടു. പിന്നെ കുറച്ച് നേരത്തേന് തസ്കര കിസ്കര ഭാസ്കര കിസ്കര കിസ്കര ഭസ്കര ഭസ്കര കിസ്കര കിസ്കര ഭസ്കര അവസാനം വന്ന് സിനിമാ പാട്ടിൻ്റെ ട്യൂണിലോട്ടാകും ഇത്. ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടു, ഒരു ക്ലിപ്പിനകത്ത് കണ്ടു, ഒരു കോമഡി പരിപാടിക്കകത്ത് ഒരുത്തം കയറിയിട്ട് ഈ അന്യഭാഷ അങ്ങോട്ട് അനുകരിക്കുക. എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നേരം ഓർത്തു അവനെയൊക്കെ സമ്മതിക്കണം. കാരണം അവന് വർഷിപ്പ് ലീഡറായിട്ട് പെന്തക്കോസി വരാമെങ്കിൽ ഇവിടുത്തെ അമ്മമ്മമാരെല്ലാം ഈ ചന്തിയിട്ട് കുത്തി അവളുമാരെല്ലാം നശിപ്പിക്കും. അതിനുള്ള പരിപാടി അവൻ അങ്ങോട്ട് വെച്ച് കൊടുത്തത്. അവസാനം ജഡ്ജസ് ആയിട്ടിരുന്ന സ്ത്രീ തലേം കുത്തിക്കിടന്ന് ചിരിച്ച്. കാരണം അവർക്ക് ബോധമുണ്ട്. ഈ ബോധം അമ്മമ്മമാർക്കില്ലല്ലോ. അവർക്ക് ബോധമുള്ളതുകൊണ്ട് അവർ ചിരിച്ച് തലകുത്തി മറിയുക. കണ്ടാൽ നമ്മളും മനസ്സിലാവും. അന്തര ഹൊഞ്ചോ ഹിന്ദോ ഹിന്ദോ ബിന്ദോ പിന്തട ഹിന്ദോ ഹിന്ദം പമ്പോ പമ്പം തിന്തോ. ഇത് തന്നെ പരിപാടി. സത്യം പറഞ്ഞാൽ ഈ കേൾവിക്കാർ മുഴുവൻ ചിരിക്കുക. കാരണം ജാതിക്കെല്ലാം ബോധമുണ്ടോ? പെന്തക്കോസ്തുകാരന് ബോധമില്ലെന്നായി പോയില്ലേ? ഇവൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഏത് തരികട വന്ന് സഭയ്ക്കകത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ദൈവത്തിൻ്റെ പരിപാടിയാണെന്നുള്ള. അപ്പോൾ എന്നാ സംഭവിച്ചു? ഇവിടെ വചനം പറയുന്നത് എന്നാണെന്നറിയോ? ഈ വിക്കുള്ള ചുണ്ടുള്ളവൻ വിക്കി എന്ന് എഴുതിയേക്കുന്നെങ്കിലും സ്റ്റാമറിങ് ലിപ്പെന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ പരിഹാസം മറ്റുള്ളവൻ ഉണ്ടാകത്തക്ക വിധത്തിലുള്ള പരിപാടി. 7 മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ശുശ്രൂഷകന്മാരുടെ കയ്യിലിരിക്കുന്ന പണികളാണ്. ശുശ്രൂഷകന്മാരെന്ന് പറയുന്ന വ്യാപാരികളുടെ കയ്യിലിരിക്കുന്ന പണികളാണ്. ദൈവം ഇത് അനുവദിക്കുകയല്ലെന്ന് തന്നെ. അതുകൊണ്ട് ദൈവം അതിന് മറുപടി പറഞ്ഞ് എന്നാന്ന് നോക്കിയാൽ 28:13 യെശയ്യാവ് 28:13. ആകയാൽ അവർ ചെന്ന് പുറകോട്ട് വീണ് തകർന്ന് കെണിയിൽപ്പെട്ട് പിടിക്കപ്പെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്ക് കൽപ്പനയ്ക്ക് മേൽ കൽപ്പന, കൽപ്പനയ്ക്ക് മേൽ കൽപ്പന, വ്യവസ്ഥയ്ക്ക് മേൽ വ്യവസ്ഥ, വ്യവസ്ഥയ്ക്ക് മേൽ വ്യവസ്ഥ, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് ആയിരിക്കും. ഈ കളി അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞപ്പം ദൈവം വക്കറിനോട് വക്കറനെന്ന് തന്നെ ഉണ്ട് വചനം.
ഈ വെള്ളത്തിലുമായിട്ട് ഇറങ്ങിയേക്കുന്നവൻ്റെ അടുത്ത് വെള്ളത്തിലുമായിട്ട് തന്നെ ചെയ്യുമെന്ന് എഴുതിയേക്കുന്നത്. ഇവിടെ എഴുതിയേക്കുന്നത് അവൻ ചെന്ന് പിന്നോക്കം വീണ് തകർന്ന് കുടുക്കിലകപ്പെട്ട് ബദ്ധന്മാരായി തീരേണ്ടതിന്. പിന്നോട്ട് മലന്ന്, ചത്തു മലന്നെന്നൊക്കെ വേണേൽ പറയാം. ഈ ഒരു അവസ്ഥയിലേക്ക് അവനോട് ദൈവം അങ്ങനെ തന്നെ ഇടപെടുമെന്ന് എഴുതിയേക്കുന്നത്. തീ കാണുന്നു, പുക കാണുന്നു, റബ്ബർ തോട്ടം കാണുന്നു, റിയൽ എസ്റ്റേറ്റ് കാണുന്നു, പണിയൊക്കെ കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു. എന്നോട് 1-2 പേര് പറഞ്ഞു, ഓ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനിപ്പോൾ വലിയ ചില ദർശനങ്ങൾ കാണുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രൊജക്റ്റുകൾ വരുന്നു, അത് ഈ ഡിസംബർ 31 വരും. ഡിസംബർ 31 വരാതെ വന്നപ്പോൾ പറഞ്ഞു മാർച്ച് 30 വരും. അവസാനം ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഏപ്രിൽ 12 വരും. ചുമ്മാ കണ്ണടച്ച് പിടിച്ചിട്ട് ഇവൻ്റെ എല്ലാം ഹൃദയത്തിൽ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇവനൊക്കെ കഞ്ഞിക്കുള്ള വകയുണ്ടാക്കുക. കഞ്ഞിക്കുള്ള വകയുണ്ടാക്കുന്ന പണിയാണ്. എന്നിട്ട് യെശയ്യാവ് 28:8 പറഞ്ഞേക്കെ നോക്കിയേ. മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മേശയെല്ലാം ഛർദി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ സൈസ് ഈ അന്യഭാഷ പ്രസംഗകരുടെ പ്രസംഗം കേൾക്കുന്നതിൻ്റെ മുമ്പിലൊന്ന് പോയിരുന്നേ. ആ മുമ്പിലിരിക്കുന്നവൻ്റെ തല മുഴുവൻ തുപ്പല. ഇതിങ്ങനെ അങ്ങോട്ട് കർത്താവ് ഛർദി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ തുപ്പലെല്ലാം കൂടി ഇങ്ങനെ വരുമല്ലേ, ചുമ്മാ അങ്ങ് വെച്ച് കീറുമല്ലേ. വെച്ച് കീറുമ്പം മുമ്പിലിരിക്കുന്നവൻ്റെ തല മുഴുവൻ തുപ്പല്. ഈ അന്യഭാഷയും ഈ ബഹളമെല്ലാം നടക്കുന്ന സമയത്തെങ്ങാനും പിശാച് ദൈവം അതിലൂടെ വരുന്നില്ലെന്നുള്ള 100% സത്യം. ഇനി പിശാചെങ്ങാനും അവിടെ വരികയാണെങ്കിൽ അവന് പോലും അറപ്പ് തോന്നിട്ട് എടുത്തിട്ടടിക്കും. പിശാച് പോലും ഇതിനകത്ത് കയറുന്നില്ലെന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ പിശാച് തന്നെ വിചാരിക്കില്ലേ, അമ്പടാ ഞാൻ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇവന്മാർ ഈ അലവലാദികൾ പറയുന്നത് എന്ന് പറയുമല്ലോ. പിശാചിന് പോലും ഒരു നാണം തോന്നുന്ന അവസ്ഥ ഇവന്മാർക്ക് ശുശ്രൂഷകർക്ക് തോന്നുന്നില്ലെന്നുള്ള. അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, ചിലപ്പം പിശാചുങ്ങാനും അതിലൂടെ വന്ന് അവർ പോലും എടുത്തിട്ട് കൊടുക്കും. പിശാചിന് പോലും വേണ്ടാത്ത കുറച്ച് ആൾക്കാരുടെ കയ്യിലോട്ട് പോയി ശുശ്രൂഷ. ഈ ദൈവത്തെ ഇതുപോലെ പരിഹസിക്കുന്നത് പിശാച് പോലും സഹിക്കുകയില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിശാച് പോലും സഹിക്കുകയില്ല. ഈ പെന്തക്കോസ്ത് പ്രസംഗം കേൾക്കുന്നവൻ്റെ എല്ലാം കേൾക്കാൻ പോകുന്നവൻ്റെ എല്ലാം തലവഴി തുപ്പല. അടുത്തെങ്ങാനും പോയി നിന്നാ ഉണ്ടല്ലോ, ഈ ശ്വാസം പോലും വിടാതെ ഇങ്ങനെ പറയുമ്പോൾ വായിൽ നിന്ന് പതഞ്ഞങ്ങ് തെറിച്ചോണ്ടിരിക്കുകയല്ലേ. ഈ മൈക്കിനൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഈ പ്രസംഗങ്ങൾക്ക് പോകുന്ന മൈക്കുകൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് പ്രസംഗങ്ങൾക്ക് പോകുന്ന മൈക്കുകൾ, അതുങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നേ പറഞ്ഞേനെ എൻ്റെ പൊന്നു മുതലാളി ദയവ് ചെയ്ത് അയാൾക്ക് ഈ മൈക്ക് കൊടുക്കരുത്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൈക്ക് തന്നെ പറയും, ഒരു 6 ഇഞ്ച് മാറ്റി പിടിക്കേണ്ട മൈക്ക് വായിലോട്ട് തള്ളിക്കയറ്റും. വായിലോട്ട് തള്ളിക്കയറ്റിയിട്ട് പിന്നെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു എരപ്പ. ഈ എരപ്പ് മതി ആളുകൾക്ക് കേൾക്കാൻ. ഈ എരപ്പ് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആളുകൾ അയ്യോ അയ്യോ എന്നങ്ങ് വെച്ചോണ്ടിരിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നത് കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്നവനെ തോണ്ടിട്ട് ചോദിക്കുക എന്നാ പറഞ്ഞു. അവൻ പറയും ഞാനും ഒന്നും കേട്ടില്ലെന്ന്. ഇതെന്നാന്ന് ചോദിച്ചാൽ ഒരു രസം പറയാം. ഒരിക്കലും ഒരു സഹോദരി ഈ എരപ്പ് കേട്ടപ്പം എല്ലാവരും ചിരിച്ചു. എന്നാന്ന് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായില്ല. അപ്പോൾ പുള്ളിക്കാരത്തി എന്നാ എന്ന് ചോദിച്ചാൽ അപ്പുറത്തിരുന്നവനോട് ചോദിച്ചിട്ട് ചെന്നത്തിനെ ചിരിക്കുന്നത്, അവരെ തോന്നിട്ട് ചെന്നത്തിനാ ചിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ലെന്ന്. ഇപ്പുറത്തിരിക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ അവരും നോക്കിയപ്പം അവർക്കും ഒന്നും മനസ്സിലായില്ല. ശുശ്രൂഷകനെ നോക്കിയപ്പോൾ ശുശ്രൂഷകൻ ഇവരുടെ മുഖത്തോട്ടൊന്ന് നോക്കി, മുഖത്തോട്ട് നോക്കിയപ്പോൾ ഇവർക്ക് മനസ്സിലായി ചിരിച്ചില്ല, കുഴപ്പമാവുന്നു. ഇവരും പൊട്ടി അങ്ങ് ചിരിക്കാൻ തുടങ്ങി. ഇതല്ല ദൈവം പറഞ്ഞത് എൻ്റെ ജനത്തിന് പ്രാന്താന്ന്. ഇതാ ദൈവം പറഞ്ഞത് എൻ്റെ ജനത്തിന് പ്രാന്താന്ന്. കൂട്ട് സ്റ്റുപ്പിഡ് ഫെലോസ്. ഇപ്പം പെന്തക്കോസ്തിലെ പകുതി മുക്കാലും പ്രസംഗങ്ങൾ ആർക്കും ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല. ഈ എരപ്പീര് ലൈലാൻഡിൻ്റെ ഇഞ്ചിൻ്റെ സൈലൻസർ ഊരി വെച്ചിട്ട് അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞെക്കിപ്പിടിച്ചാൽ, ആക്സിലേറ്റർ ഞെക്കിപ്പിടിച്ചാൽ എന്ത് വരും എന്ന് പറഞ്ഞാൽ ഇപ്പം വരുന്നു, ഇങ്ങനെ വരുന്നു, ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്, വന്ന വഴി നിന്നെ കണ്ടു, നിൻ്റെ അത് കണ്ടു, അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു. ഇതെല്ലാം കണ്ടു കേട്ടിട്ട് ഈ കിടക്കുന്നതിനൊക്കെ വല്ല വ്യത്യാസമുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ വരുന്നെങ്കിൽ ഈ കഥയറിയാതെ ആട്ടം കാണുന്ന അവസ്ഥയിലേക്ക് ഇത് പോയപ്പോൾ കർത്താവ് പറയുക, ഞാൻ വരുമ്പോൾ ഇവിടെ വിശ്വാസം കാണില്ല, വിശ്വാസി കാണും. കർത്താവ് പറഞ്ഞു ഞാൻ വരുമ്പോൾ ഇവിടെ വിശ്വാസം കാണുമോ, കണ്ടെത്തുമോ?
കണ്ടെത്തുകയല്ലെന്ന് കർത്താവിന് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അത് കാണുകയില്ല. പക്ഷേ ഇവിടെ വിശ്വാസി കാണും. വിശ്വാസി അന്യായ പരിപാടിയായിരിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ചാട്ടവും ബഹളവും കഴിഞ്ഞിട്ട് ഒരു മാന്യമായ അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ മാറട്ടെ. ഇത് അക്ഷരികമായ ആളുകൾക്ക് മനസ്സിലാകട്ടെ. ഇത് മനസ്സിലായി അതിനനുസരിച്ച് ഒരു പുതിയ ഉണർവോടുകൂടി യോഗ്യമായി ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യം, ദൈവത്തിൻ്റെ വചനം ദൈവം എങ്ങനെ എഴുതിയിരിക്കുന്നു അതിൻ്റെ വ്യവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് പിടികിട്ടുവാൻ ഞങ്ങളുടെ ഉള്ളത്തെ തുറക്കണമേ. ലുദിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ കേൾവിക്കാരുടെ ഓരോരുത്തരെയും ഉള്ളങ്ങളെ തുറക്കണമേ. ദൈവവചനത്തിൻ്റെ സത്യത്തിലും വ്യവസ്ഥയിലും അവർ മുന്നേറുവാൻ ദൈവം അവരെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. കൃപയാ നടത്തണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.